എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് ആയിട്ടും അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുമെല്ലാം പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ, ഇപ്പോൾ എയർലൈൻ ജോബ്സ് ഒന്നും നിലവിൽ അവൈലബിൾ അല്ലേ, ഒന്നും ഓപ്പൺ ആയിട്ടില്ലേ എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, അവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്ന് എന്ന് 2025 കണക്ക് പറയുന്ന 2025 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് എയർലൈൻസ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള 2025 ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടുന്ന എയർലൈൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖത്തർ എയർവേസിലേക്ക് നിലവിൽ 169ഓളം പേരെയാണ് ആവശ്യമുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്നും എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. ഇന്ത്യ ഉൾപ്പെടെ 7ഓളം രാജ്യങ്ങളിലേക്ക് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ട് മാനേജർ, അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ, എയർക്രാഫ്റ്റ് മെക്കാനിക്, എയർഫീൽഡ് ലൈറ്റ്നിംഗ് സൂപ്പർവൈസർ, എയർപോർട്ട് ഓപ്പറേഷൻസ് കൺട്രോൾ സെന്റർ ഓഫീസർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, എയർപോർട്ട് സർവീസ് ഡ്യൂട്ടി ഓഫീസർ, എയർപോർട്ട് സർവീസ് ഡ്യൂട്ടി സൂപ്പർവൈസർ, എയർപോർട്ട് സർവീസ് മാനേജർ, അസംബ്ലി അസിസ്റ്റന്റ് 2, അസംബ്ലി ഡ്യൂട്ടി മാനേജർ, ബാരിസ്റ്റ, ബിസിനസ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ക്യാബിൻ ക്രൂ, കാഡറ്റ് പൈലറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ, കാർഡ് പ്രോസസിംഗ് ടീം ലീഡർ, കാർഗോ ഇൻവെന്ററി മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, കാർഗോ ഓപ്പറേഷൻസ് ഏജന്റ്, കാർഗോ ഓപ്പറേഷൻ സൂപ്പർവൈസർ, കാർഗോ സ്പേസ് കൺട്രോൾ സൂപ്പർവൈസർ, കാർഗോ ട്രക്കിംഗ് ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ്, കൺട്രോൾ സെന്റർ ഡ്യൂട്ടി ഓഫീസർ, ക്രൂ റോസ്റ്ററിംഗ് സ്പെഷ്യലിസ്റ്റ്, കുലിനറി സ്റ്റാൻഡേർഡ്സ് മാനേജർ, കസ്റ്റമർ എക്സ്പീരിയൻസ് ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ സർവീസ് ഏജന്റ്, കസ്റ്റമർ സർവീസ് ഓഫീസർ, കസ്റ്റമർ സർവീസ് സൂപ്പർവൈസർ, ഡെവലപ്മെന്റ് മാനേജർ, ഡിജിറ്റൽ ഡയറക്ട് സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ സപ്പോർട്ട് കോർഡിനേറ്റർ, എക്യുപ്മെന്റ് ഡെവലപ്മെന്റ് ഓഫീസർ, FBI മാനേജർ, ഫിനാൻസ് മാനേജർ, ഫസ്റ്റ് ഓഫീസർ ഖത്തർ എക്സിക്യൂട്ടീവ്, ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ, ഫുഡ് ആൻഡ് ബിവറേജ് ടീം ലീഡർ, ഫ്രോഡ് സ്ക്രീനിംഗ് ആൻഡ് ചാർക്ക് ബാഗ്സ് മാനേജർ, ജർമ്മൻ സ്പീക്കർ, ഗ്ലോബൽ കസ്റ്റമർ സർവീസ് ഓഫീസർ, ഗ്രാജുവേറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമർ, ഹെഡ് ഓഫ് ബേക്കറി, ഹൈസ്കൂൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമർ, HR ഓഫീസർ, HVAC സൂപ്പർവൈസർ, 12P കോർഡിനേറ്റർ കാർഗോ, IFEC ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ്, IFEC UI/UX പ്രോഗ്രാം മാനേജർ, ഇറ്റാലിയൻ സ്പീക്കർ, ജൂനിയർ ബാരിസ്റ്റ, ലോണ്ടറി ഡ്യൂട്ടി സൂപ്പർവൈസർ, ലീഡ് എയർ പൊളിറ്റിക്കൽ ആൻഡ് കോർപ്പറേറ്റ് സിസ്റ്റമിലിറ്റി ഓഫീസർ, ലീഡ് എയർഫീൽഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഓഫീസർ, ലീഡ് കാർഗോ നെറ്റ്വർക്ക് പ്ലാനിംഗ് അനലിസ്റ്റ്, ലീഡ് കസ്റ്റമർ സർവീസ് ഓഫീസർ, ലോയലിറ്റി ഓപ്പറേഷൻസ് കോർഡിനേറ്റർ, മെയിൻ്റനൻസ് ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ, മാനേജർ ബിസിനസ് സപ്പോർട്ട് ആൻഡ് ഫിനാൻഷ്യൽ, മാനേജർ ഇവന്റ്സ് ആൻഡ് എക്സിബിഷൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ന്യൂ ടെക്നോളജി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, നോൺ ടൈപ്പ് റൈറ്റഡ് ക്യാപ്റ്റൻ, നോൺ ടൈപ്പ് റൈറ്റഡ് ഫസ്റ്റ് ഓഫീസർ, നഴ്സിംഗ് മാനേജർ, OJT ഇൻസ്ട്രക്ടർ, ഓർഗനൈസേഷൻ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ്, പാസ്ട്രി ലൈൻ ഡ്യൂട്ടി മാനേജർ, പ്രൊക്യൂർമെന്റ് ഓഫീസർ, പ്രൊജക്ട് സ്പെഷ്യലിസ്റ്റ്, QAS ഓപ്പറേഷണൽ ട്രെയിനി ഗ്രാജുവേറ്റ് പ്രോഗ്രാമർ, ഖത്തർ എക്സിക്യൂട്ടീവ് ലീഡ് എഞ്ചിനീയർ, ഖത്തർ എക്സിക്യൂട്ടീവ് ലൈസൻസർ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ലെവൽ 2, ക്വാളിറ്റി അഷുറൻസ് ഏജന്റ്, ക്വാളിറ്റി അഷുറൻസ് ഡ്യൂട്ടി ഓഫീസർ, ക്വാളിറ്റി ഇന്റേണൽ കൺട്രോൾ ആൻഡ് അഷുറൻസ് ഓഫീസർ, റിക്രൂട്ട്മെന്റ് ഓഫീസർ, റിസർച്ച് ആൻഡ് സ്ട്രാറ്റജി മാനേജർ, റിസർവേഷൻ ഏജന്റ്, റെസ്റ്റോറന്റ് മാനേജർ, സേഫ്റ്റി ഓഫീസർ, സെയിൽസ് മാനേജർ കോർപ്പറേറ്റ്, സെയിൽസ് ഓപ്പറേഷണൽ കൺട്രോളർ, സെയിൽസ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്, സെക്കൻഡ് കോമീസ് ഷെഫ്, സെക്യൂരിറ്റി ഏജന്റ് CCTV ആൻഡ് ആക്സസ് കൺട്രോൾ, സീനിയർ അക്കൗണ്ടന്റ്, സീനിയർ എയർപോർട്ട് ഏജന്റ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, സീനിയർ ബിസിനസ് അനലിസ്റ്റ്, സീനിയർ കാർഗോ കസ്റ്റമർ സർവീസ് ഏജന്റ്, സീനിയർ ക്രൂവിംഗ് ഓഫീസർ, സീനിയർ എക്സിക്യൂട്ടീവ് സോസ് ഷെഫ് പാസ്ട്രി, സീനിയർ HR സ്കൂൾ ഫീസ് ഓഫീസർ, സീനിയർ മാനേജർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, സീനിയർ പ്രൊജക്ട് അനലിസ്റ്റ്, സീനിയർ റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് ഏജന്റ്, സീനിയർ റവന്യൂ മാനേജ്മെന്റ് അനലിസ്റ്റ്, സീനിയർ സെയിൽസ് അസിസ്റ്റന്റ്, സീനിയർ സെയിൽസ് ഓപ്പറേഷൻ ഏജന്റ്, സർവീസ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫീസർ ഗ്രൗണ്ട് സർവീസസ്, സ്പാ അറ്റൻഡന്റ്, സ്റ്റേഷൻ മെയിൻ്റനൻസ് മാനേജർ,
സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമർ, സിസ്റ്റം എഞ്ചിനീയർ, ടാലന്റ് ഡെവലപ്മെന്റ് മാനേജർ, ടെക്നിക്കൽ ആർക്കിടെക്ട്, ടെക്നിക്കൽ ലീഡർ, ടെക്നിക്കൽ ഓഫീസർ, ടെർമിനൽ സ്റ്റാൻഡേർഡ് ഓഫീസർ, ട്രെയിനിംഗ് മാനേജർ, TS സിസ്റ്റംസ് എഞ്ചിനീയർ, ടൈപ്പ് റൈറ്റഡ് ക്യാപ്റ്റൻ, ടൈപ്പ് റൈറ്റഡ് ഫസ്റ്റ് ഓഫീസർ എയർബസ്, ടൈപ്പ് റൈറ്റഡ് ഫസ്റ്റ് ഓഫീസർ ബോയിങ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഫിനാൻസ്. ഇത്രയും ജോലി ഒഴിവുകളാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ളത്. ഖത്തർ, UAE, ഇന്ത്യ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ചൈന, USA, പാകിസ്ഥാൻ, അതേപോലെ ഒരുപാട് രാജ്യങ്ങളിലേക്ക്, ഹോങ്കോങ് ഉൾപ്പെടെ, ജപ്പാൻ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വേക്കൻസികളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഒരു വേക്കൻസികളിലേക്കും ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ യോഗ്യനാണെങ്കിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേക്കൻസി ഏതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വിശദമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതെല്ലാം വായിച്ചു നോക്കി നിങ്ങൾക്ക് അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യോഗ്യനാണെങ്കിൽ താഴെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഒട്ടും കളയേണ്ട, യോഗ്യതയുള്ളവർ താല്പര്യം ഉണ്ടാക്കണം. അങ്ങനെ ഒരു വേക്കൻസിയാണ്. കാരണം ഖത്തർ എയർവേസിലേക്കാണ് ജോലി. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവാൻ ഇത് മാത്രം മതി. അതുകൊണ്ട് തന്നെ താല്പര്യം ഒന്ന് മാറ്റി വെച്ചിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ ഇതിലേക്കായിട്ട് അപേക്ഷിച്ചോളൂ. അപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ലൈഫ് സെറ്റ് ആവാൻ ഈ ഒരു ജോലി മാത്രം മതി. ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട് ഖത്തർ എയർവേസിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ. മികച്ച സാലറി ഉൾപ്പെടെ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കേണ്ട, ഉടൻ തന്നെ അപേക്ഷിക്കുക.